24 ബിഗ് എക്സ്ക്ലൂസീവ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന്റെ വീഴ്ചകൾ നിരത്തി അന്വേഷണ റിപ്പോർട്ട്. സ്വർണ്ണക്കൊള്ള ദേവസ്വം ബോർഡ് അറിഞ്ഞില്ല എന്ന് കരുതാൻ കഴിയില്ലെന്ന് റിപ്പോർട്ടിൽ പരാമർശം. ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടായിരുന്നോ എന്നത് ഗൗരവമായി അന്വേഷിക്കണം. നിരവധി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ഹൈക്കോടതിക്ക് സമർപ്പിച്ച ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അന്വേഷണ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം 24 ലഭിച്ചു. ഷഫീദ് റാവത്തർ നൽകും വിശദാംശങ്ങൾ. തിരുവനന്തപുരത്ത് ഷഫീദ്, ഗുരുതരമായ പരാമർശങ്ങളുള്ളതാണ് ഈ റിപ്പോർട്ട്. ഇത് SIT അന്വേഷണത്തിന് കേവലം ഒരു സൂചിക മാത്രമാകുകയാണ്. അപ്പോൾ തന്നെ അതിൽ വരുന്നത് ദേവസ്വം ഉദ്യോഗസ്ഥർക്കെതിരെ ഒപ്പം ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനെയൊക്കെയും പ്രതിക്കൂട്ടിലാക്കുന്ന പരാമർശങ്ങൾ. ഗോകുൽ, ഉറപ്പായിട്ടും അതായത് പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ദേവസ്വം വിജിലൻസിന്റെ ഈ അന്വേഷണ റിപ്പോർട്ട് സ്വാഭാവികമായും അവർക്കൊരു വഴിയും അല്ലെങ്കിൽ അവർക്കൊരു വഴിത്തിരിവും ഒക്കെയാണ്. മാത്രമല്ല, ഈ റിപ്പോർട്ടിൽ തന്നെയാണ് ദേവസ്വം ബോർഡിനെ സംശയിക്കുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 2019 ദേവസ്വം ബോർഡിനെ സംശയിച്ചാണ് ദേവസ്വം വിജിലൻസ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ ചില നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അതിലെടുത്തു പറയുന്ന കാര്യം, നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥർ ചെയ്തത് ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ലെന്ന് കരുതാൻ കഴിയില്ല, ഉദ്യോഗസ്ഥ താല്പര്യം മാത്രമെന്ന് കാണാൻ കഴിയില്ല. 2019 ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടോ എന്ന് സംശയമുണ്ട്. നിയമവിരുദ്ധമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ദേവസ്വത്തിന് പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാനിടയായത് 2019 ബോർഡിന്റെ വീഴ്ചയാണെന്നും ബോർഡിനെതിരെയും തുടർ നടപടി വേണമെന്നും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാം, ഇപ്പോൾ പറയുന്ന മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥർ, 9ഓളം ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ, അവർക്ക് പറ്റിയ ഉദ്യോഗസ്ഥ വീഴ്ച അക്കമിട്ട് നിരത്തുന്നുണ്ട് ഈ അന്വേഷണ റിപ്പോർട്ടിൽ എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ മുരാരി ബാബു മുതൽ ഇങ്ങോട്ടേക്ക് പലതരത്തിലുള്ള ആളുകൾ, ഉദ്യോഗസ്ഥർ അത് വ്യാജരേഖകൾ കൊടുത്തത്, വ്യാജ ശുപാർശകൾ നൽകിയത്, അനുമതി കൊടുത്തത് അടക്കമുള്ള കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥ വീഴ്ചയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നാളിതുവരെ നടത്തിയിട്ടുള്ള പലതരത്തിലുള്ള ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങളും ദേവസ്വം വിജിലൻസ് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളുടെ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇൻകം ടാക്സ് അടക്കമുള്ള കാര്യങ്ങൾ, റിട്ടേൺസ് അടക്കം പരിശോധിച്ചപ്പോൾ കാര്യമായ വരുമാനമില്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി പലരിൽ നിന്നായി സ്പോൺസർഷിപ്പ് പിടിച്ച് പല കാര്യങ്ങൾ ശബരിമലയിൽ ചെയ്തുവെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഗൂഗിൾ. ശരി ഷഫീദ, ഏതായാലും ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിലെ സൂചനകൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഗൂഢാലോചന ഇക്കാര്യത്തിലൊക്കെ നടന്നു എന്ന് സംശയം ഉന്നയിക്കുന്ന തരത്തിലാണ്. ഏതായാലും SIT അന്വേഷണത്തിൽ പലരും ഇനി ചോദ്യം ചെയ്യലിൽ ആ സംഘത്തിന് മുന്നിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഷഫീദ് റാവത്തറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.